ഇപ്പോൾ ഡോഗോ അർജന്റീന ഒരു 4 ഫീമെയിൽ ഉണ്ട്. പിന്നെ ഡോഗോ അർജന്റീന പിന്നെ ജാക്ക് റസൽ ടെരിയർ ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. പിന്നെ ഒരു ഹസ്കി മെയിലുണ്ട്. ഇപ്പൊ ഡോഗോ അർജന്റീന പപ്പി ഞാനൊരു 30-35,000 കൊടുക്കുന്നത്. ശരിക്കും അതിന് വില അതിനേക്കാളും റേറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ജാക്ക് റസൽ ടെരിയർ ആണെങ്കിൽ ഒരു 10,000 റേഞ്ച് ഒക്കെ കൊടുക്കുന്നത്. ആ റേഞ്ചിൽ കൊടുക്കുന്നത്. മറ്റുള്ള ബ്രീഡേഴ്സ് ഉണ്ട്, വിലയുണ്ട്. ശരിക്കും 15,000-20,000 മേളിലൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാർ. നമുക്ക് കൊടുക്കാറായിട്ടുള്ള പപ്പീസ് ഏതെങ്കിലും ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇപ്പോൾ ഡോഗ് അർജന്റീന ഒരു പപ്പീസേ ഉള്ളൂ. ഇനിയിപ്പോ ജാക്ക് റസൽ ടെരിയറിന് നമ്മള് ഇത് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട്, ആയിട്ടില്ല, കൊടുക്കാറായിട്ടില്ല. ഡോഗ് അർജന്റീനയുടെ പപ്പീസ് വരുന്ന ദിവസങ്ങളിൽ ലിറ്റർ ആവും? അതെ, ഈ മാസത്തേക്ക് കൊടുക്കാറാവും. ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിലയും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും. ഒരു ലിറ്റർ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് പപ്പീസിനെ കൊടുക്കുക? ഞാനൊരു 35 ഡേയ്സിൽ കൊടുക്കും. 35 ഡേയ്സ്? അതെ. ഈ ഡോഗ്സിന്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം എന്തൊക്കെയാ? നമ്മളിവിടെ രാവിലെ ചോറും ചിക്കനും കൊടുക്കുന്നത്. അതൊക്കെ നല്ല ചിക്കൻ തന്നെ കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ പുഴുങ്ങിട്ട് അങ്ങനെ എങ്ങനെയാ? വേവിച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് നേരിട്ട് കൊടുക്കും. വേവിച്ചിട്ട് ചോറും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നത്. ചിക്കനും ചോറും എല്ലാം കൂടി. ചിലപ്പോ നമ്മൾ മറ്റേ പച്ചക്കറിയോടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും ദഹനത്തിനെ. ശരി. എത്ര ക്വാണ്ടിറ്റി ഒക്കെ ഒരു ബ്രീഡിന് അല്ലെങ്കിൽ ഒരു ഡോഗിന് എത്ര ക്വാണ്ടിറ്റി ഒക്കെ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ഓരോരുത്തർ ഈ വലിയ ബ്രീഡൻസിനൊക്കെ അതനുസരിച്ചുള്ള ഫുഡ് കൊടുക്കും. സ്മോളിനാണെങ്കിൽ അത് കുറച്ച്. ഏകദേശം ഡോഗ് അർജന്റീനയ്ക്കൊക്കെ ഒരു ദിവസം എത്ര രൂപയുടെ ഫുഡ് വേണ്ടി വരും ഏകദേശം പറയാൻ വഴിയോ? സാധാരണക്കാർക്കൊന്നും ഡോഗ് അർജന്റീന കൊണ്ട് വളർത്തുക എന്ന് പറയുന്നത് പാടാണല്ലോ. കാരണം അങ്ങനെ അത്യാവശ്യം വരുമാനമുള്ളവർക്ക് മാത്രമാണല്ലോ വലിയ വീടുകളൊക്കെ വളർത്താൻ പറ്റുള്ളൂ. കാരണം അവരുടെ ഫുഡ് തന്നെയാണ് പ്രധാനം. അപ്പൊ എത്ര രൂപയുടെ ഫുഡ് കൊടുക്കേണ്ടി വരും ഏകദേശം ഒരു വയസ്സൊക്കെ ശേഷമുള്ള മെയിൽ ബ്രീഡിനൊക്കെ? നല്ല ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു 250 റേഞ്ച് ഒക്കെ വരും. 250 രൂപ 250 രൂപയുടെ അടുത്ത് വരും. നല്ല ഇതിൽ നോക്കുന്നത് ഏകദേശം വരും. അതെ. നമസ്കാരം, ദിനേശാണ്. ഫാമി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ്. മുണ്ടൂരിലെ മോൻസി ചേട്ടന്റെ ഡോഗ് കെനലിലാണ്. ഇവിടെ ഡോഗ് ബ്രീഡിങ്, ബോർഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ മോൻസി ചേട്ടൻ ചെയ്യുന്നത്. മോൻസി ചേട്ടന്റെ ഡോഗ് കെനലിലെ ഡോഗുകളുടെ വിശേഷങ്ങൾ, ഒപ്പം തന്നെ ബ്രീഡിങ് വിശേഷങ്ങൾ, പുതിയ പപ്പീസിന്റെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഡോഗ് ബോർഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇന്ന് മോൻസി ചേട്ടന്റെ ഡോഗ് കെനലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മോൻസി ചേട്ടാ, ഫാമി മലയാളത്തിലേക്ക് സ്വാഗതം. ഇത് ലാഭം പ്രതീക്ഷിച്ചല്ല ഈ ബിസിനസ് നടത്തുന്നതെന്ന് ആ തുടക്കത്തിൽ തന്നെ മോൻസി ചേട്ടൻ പറഞ്ഞു. എന്നാലും ചോദിക്കുകയാണ്, നമ്മള് ഫാമി മലയാളം എന്ന് പറയുന്ന ഈ ചാനലിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പുതിയ കൃഷിയിടങ്ങളെ പരിചയപ്പെടുത്തുകയും കൃഷികളെ ലാഭത്തിൽ എങ്ങനെ നടത്താൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചോദിക്കുന്നതാണ്, നമുക്ക് ഈ ഡോഗ് കെനലും ബ്രീഡിങ്ങും ബോർഡിങ്ങും ഒക്കെ ലാഭകരമാണോ നമ്മൾ നടത്തുന്നത്? ശരിക്കും ബ്രീഡിങ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പപ്പീസൊക്കെ വിട്ടു പോകാനൊക്കെ അത്ര വലിയ എളുപ്പമൊന്നുമല്ല. പഴയ നമ്മുടെ റേറ്റിലേക്കൊന്നും ആൾക്കാർ എടുക്കുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ കണ്ടമാനം അങ്ങനെ ചെയ്യുന്നുമില്ല. നമ്മള് ഇവിടെ ഇപ്പൊ മെയിനായിട്ട് നമ്മൾ പശുവിന്റെ ഇതിലാണ് ചെയ്യുന്നത്. പശു ഫാമാണ് മെയിനായിട്ടുള്ളത്. ആടുണ്ട് കുറച്ച്. അതായത് അതിന്റെ കൂടെ ഒരു സൈഡായിട്ട് മാത്രമേ ഇവരെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡോഗോ അർജന്റീന എന്നൊക്കെ പറയുന്നത് 35,000 മുതൽ 50,000 രൂപ വരെ അതിന്റെ ഒരു 45 ദിവസമായിട്ടുള്ള പപ്പിക്ക് വില വരുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു ബ്രീഡിനെ കൊണ്ടുപോയി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? നമ്മളിപ്പം ഡോഗ് അർജന്റീന ഇങ്ങനത്തെ ബ്രീഡിനെയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പം വാക്സിനേഷൻ കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ഇതിന് വാക്സിനേഷൻ മൃഗാശുപത്രി മുഖാന്തരം, മൃഗാശുപത്രി അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലിനിക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മാസത്തിൽ ഇതിന് വിലക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ മറ്റേ കാൽസ്യം അങ്ങനെയുള്ള സിറപ്പുകൾ, ലിവർ ടോണിക്ക്, അതൊക്കെ ഇടയ്ക്ക് കൊടുക്കണം നമുക്ക് ഇവർക്ക് കൊടുക്കണ്ട്. പിന്നെ നമ്മള് ഫുഡിന്റെ കേസുകൾ തന്നെ നമ്മള് ചോറും ചിക്കനും കൊടുക്കുന്നുണ്ട്. ഡോഗ് ഫുഡ് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. റെഡിമെയ്ഡ് ഫുഡ് അല്ലേ? അതെ തന്നെ. ഈ പപ്പീസിനെ കൊണ്ടുപോകുമ്പോഴും അവർക്കുള്ള ഫുഡുകൾ എന്തൊക്കെയാണ്? അതുണ്ട്. നമ്മള് പപ്പീസിന്റെ ഡോഗ് ഫുഡ് ഉണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വാക്സിനേഷനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പ്രധാനമായും പപ്പീസിന് റെഡിമെയ്ഡ് ഫുഡുകളായിരിക്കും അല്ലേ കൊടുക്കേണ്ടത്? ഡോഗ് ഫുഡുകൾ മാത്രം. അതൊരു മിനിമം ഒരു 3 മാസത്തിലും കഴിഞ്ഞാലേ ഉള്ളൂ നമ്മള് മറ്റുള്ളതിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ചോറ്, ചിക്കൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡുകളിലേക്ക് പറ്റുള്ളൂ. അതുവരെ റെഡിമെയ്ഡ് ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത്.
അത് തന്നെ ഡോഗ് ഫുഡുകൾ കൊടുക്കുന്നത് നല്ലത്. പിന്നെ നമ്മളൊരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ ചിക്കനിലേക്കൊക്കെ പതിയൊക്കെ മാറാം. ചിക്കനും എല്ലില്ലാതൊക്കെ കൊടുക്കാൻ കഴിയും. അതെ അതെ. ഓക്കെ. ഈ 6 വർഷമായി ബോർഡിങ് നടത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബ്രീഡ് ചെയ്ത് ഈ കുട്ടികളെ വിൽക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നന്നായി നമുക്ക് വരുമാനം കിട്ടുന്നത് ബോർഡിംഗ് ആണോ? ബോർഡിങ്ങിന്റെ ഉണ്ട്. ബോർഡിങ് ഞാൻ ഇപ്പൊ ഇവിടെ ബോർഡിങ് ഉണ്ടെന്ന് പറഞ്ഞാലും അധികമായിട്ട് ചെയ്യുന്നില്ല. ബോർഡിങ് കറക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ബോർഡിങ് തന്നെ മെച്ചം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ റിസ്ക് ഉണ്ട്. ആൾക്കാരുടെ ഡോഗിനെ ബോർഡിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോഗിനെ ഉള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. വല്ല വയ്യായികളും കേസുകളും ഒക്കെ. കാശ് മാത്രം ഇതായിട്ട് കാര്യമില്ല. അപ്പൊ ഈ അങ്ങനെ ബോർഡിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഡോഗ്സിന് വല്ല അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാ ചെലവ് വഹിക്കുക? അത് നമ്മൾ അവരെ വിളിച്ചിട്ട് അവരോട് പറയാറുണ്ട്. തുടക്കത്തിലേ പറയും. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ചു പറയും. നമ്മളിവിടെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മളിവിടെ ഹോസ്പിറ്റലിൽ കാണിക്കും. പിന്നെ അവരോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരും കറക്റ്റായിട്ട് വരുമോ, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും. കുഴപ്പമൊന്നുമില്ല. ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ ഈ പറയുന്ന ബോർഡിങ്ങിനുള്ള ചാർജ് മാത്രമേ വാങ്ങുന്നുള്ളൂ. മറ്റു അസുഖങ്ങളോ മറ്റു കാര്യങ്ങളോ വരികയാണെങ്കിൽ അതിന്റെ ഓണർ തന്നെ അത് ചെയ്യണം അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും സെപ്പറേറ്റ് കേജുകളാ. മറ്റുള്ള നമ്മുടെ ഇവിടുന്നായിട്ട് ഒരു അസുഖങ്ങളും കേസുകളും ഒന്നും വരത്തില്ല. അങ്ങനെ വന്നു പറഞ്ഞാൽ കടി കൂടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ നമ്മൾ ഓരോ ബ്രീഡിനെ കൊണ്ടുവരികയാണെങ്കിലും ഓരോ ഡോഗിനെ കൊണ്ടുവരികയാണെങ്കിലും അവർക്കൊക്കെ സെപ്പറേറ്റ് കേജുകളായിട്ടേക്കുന്നത്. തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡോഗ്സിനെ കൊണ്ടുവരുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് തന്നെ മാക്സിമം നമ്മൾ നോക്കിയിട്ട് എടുക്കാറുള്ളൂ. പിന്നെ ഇപ്പൊ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വയ്യായികൾ കേസ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എടുക്കാറുള്ളൂ. കസ്റ്റമറോട് പറയുകയും ചെയ്യും. പറയൂല്ലേ? ഓക്കെ ഓക്കെ. ബോർഡിംഗ് എന്ന് പറയുന്നത് ബ്രീഡിങ്ങിനേക്കാൾ കുറച്ചും കൂടി ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണല്ലോ. കാരണം മറ്റുള്ളവരുടെ ഡോഗുകളെ ഇവിടെ കൊണ്ടുവരികയും അതിനെ പൂർണ്ണമായി പരിപാലിക്കുകയും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യണം എന്നുള്ളത് കുറച്ച് റിസ്ക് ആണ്. മറ്റേത് എന്ന് പറഞ്ഞാൽ ഡോഗ് കെനൽ മാത്രമാണെങ്കിൽ നമ്മളുടേത് മാത്രമാണ് അതെല്ലാം. അപ്പോ അതെന്ത് നഷ്ടം വന്നാലും ലാഭം വന്നാലും നമുക്ക് മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണല്ലോ, കുറച്ച് റിസ്ക് ആണ്. അപ്പോ എങ്ങനെയാണ് ഇത് രണ്ടിനെയും കാണുന്നത്, അല്ലെങ്കിൽ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് ഈ 5-6 കൊല്ലത്തെ അനുഭവം എന്ന് പറയാൻ പറ്റുമോ? ഡോഗ് ബോർഡിങ്ങിന്റെ സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ എനിക്ക് റെഗുലറായിട്ട് സ്ഥിരമായിട്ടൊരു കസ്റ്റമർ ഉണ്ട്. ഇവിടെ കൊണ്ട് തുറക്കം മുതലുള്ള ആൾക്കാരുണ്ട്. ഉണ്ടാവും ഒരു മിനിമം സ്ഥിരമായിട്ടുള്ള ഒരു 10-30 പേര് കൊണ്ടുണ്ട്, മേളിലുണ്ട്. വിദേശത്തേക്കോ മറ്റു വെക്കേഷനും പിന്നെ അവര് ഇതുപോലെ തന്നെ ഓരോ ബിസിനസ് ആവശ്യത്തിന് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആക്കാറുണ്ട്. അങ്ങനെ സ്ഥിരം കസ്റ്റമർ ഉണ്ട്. ശരി ശരി ശരി. പിന്നെ നമ്മൾ കണ്ടമാനം ഡോഗ്സുകളൊന്നും അങ്ങനെ ഇതാ ചെയ്യുന്നില്ല. പരിചയം മെയിൻ അത്ര നല്ലതായിട്ടുള്ള കസ്റ്റമർ മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോ ബോർഡിങ് കൂടി ആവുമ്പോഴേ ഇപ്പൊ കുറെ കൂടുകൾ ഇവിടെ കണ്ടു. കാരണം ഓരോരുത്തരുടെ ഡോഗിനെ കൊണ്ടുവരുമ്പോൾ പ്രത്യേകം കേജുകൾ അല്ലെങ്കിൽ കൂടുകൾ ഉണ്ടാവണം എന്നുള്ളതുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായി ഇതിനൊക്കെ ചെലവാണല്ലോ. അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ആ ചെലവ് നിവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പൈസ എന്ന നിലയിൽ ഈ ബോർഡിങ്ങിന് ആക്കുമ്പോ ഓരോ ഡോഗിനും വാങ്ങേണ്ടി വരുമല്ലോ. ബ്രീഡ് അനുസരിച്ചാണോ അതിന്റെ ചാർജ്? നമ്മള് വലിയ ബ്രീഡുകൾക്കാണെങ്കിൽ 350. അതിപ്പോ എല്ലായിടത്തും ബ്രീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശ ബ്രീഡുകൾ, ജർമ്മൻ ഷെപ്പേർഡ്, ഇങ്ങനത്തെ ഡോഗ് അങ്ങനെ വലിയ ബ്രീഡുകളുണ്ടല്ലോ. റൂട്ട് അങ്ങനെയുള്ള ബ്രീഡുകൾക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 350 350 രൂപ ഡെയിലി ചാർജ് ചെയ്യുന്നത്. പിന്നെ സ്മോൾ ആണെങ്കിൽ ബീഗിള്, ജാക്ക് റസൽ അങ്ങനത്തെ ചെറിയ ബ്രീഡുകൾക്കാണെങ്കിൽ 300 രൂപ ഡെയിലി. അതെ അതെ. തൃശ്ശൂർ മുണ്ടൂരിലെ മോൻസ് ചേട്ടന്റെ കെനൽ സിറ്റി എന്ന് പറയുന്ന ഡോഗ് കെനലിലാണ് നമ്മൾ ഇന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ ബോർഡിംഗ് വിശേഷങ്ങളും ബ്രീഡിംഗ് വിശേഷങ്ങളും ഇവിടുത്തെ പപ്പിയുടെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയില് മോൻസ് ചേട്ടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഡോഗോ അർജന്റീനയുടെ ഉൾപ്പെടെയുള്ള ലിറ്ററുകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ പപ്പീസിന് ആവശ്യമുള്ളവര് വെക്കേഷനോ മറ്റു കാര്യങ്ങൾക്കോ ദിവസങ്ങൾ മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ബോർഡിങ്ങിൽ ഡോഗുകളെ ആക്കി പോകേണ്ട അത്യാവശ്യമുള്ള ആളുകളൊക്കെ മോൻസ് ചേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മോൻസ് ചേട്ടൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.